സങ്കീർത്തനങ്ങൾ ഒരു ധ്യാന പഠനം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ സങ്കീർത്തനം. ഇന്ന് നമ്മൾ 138 സങ്കീർത്തനമാണ് പഠിക്കുന്നത്. അനുഗ്രഹീതമായ ആ സങ്കീർത്തനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൽ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതെ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഗർവിയോ അവൻ ദൂരത്തിൽ നിന്ന് അറിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. കേവലം 8 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും 138 സങ്കീർത്തനം ധാരാളം ആത്മീക ചിന്തകളുടെ ഒരു കലവറ തന്നെയാണ്. വിവിധ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് ജീവിതത്തിന് പ്രത്യാശയും പ്രചോദനവും നൽകുന്ന, ദൈവാശ്രയത്തിന് അവനെ പ്രേരിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനം. ഇതിലെ ആത്മീക ചിന്തകളെ നമ്മുടെ പഠന സൗകര്യത്തിനായി 3 തലക്കെട്ടുകളിൽ സംക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഭക്തന്റെ ആരാധനാ വിഷയങ്ങൾ എന്നുള്ളതാണ്. ആരാധനയിൽ ഒരു സമ്പൂർണത ഉണ്ടായിരിക്കണം. 1-ാം വാക്യം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ആരാധനയിൽ അധരം മാത്രമല്ല, ഹൃദയവും സംയോജിക്കപ്പെടണം. കർത്താവ് ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത്. ലൂക്കോസ് 10:27 നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണിത്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും എന്ന് പറയുമ്പോൾ അത് ദാവീദിന്റെ ഒരു ജീവിതാനുഭവമാണ്. നമുക്കറിയാം, പെട്ടകം ഒബേദ്ഏദോമിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വേളയിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ചുകൊണ്ട് ദാവീദ് തന്നെ തന്നെ മറന്ന് പെട്ടകത്തിന് മുമ്പാകെ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അത് കണ്ട മീഖളിനെ ഭാര്യയ്ക്ക് അതത്ര രസിച്ചില്ല. അവൾ അവനെ പരിഹസിക്കുകയുണ്ടായി. പക്ഷെ ദാവീദിന്റെ പ്രതികരണം ശ്രദ്ധിക്കണം. ദാവീദ് മീഖലിനോട്, യഹോവയുടെ ജനമായി ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. 2 ശമൂവേൽ 6:14-21 വാക്യങ്ങൾ. സ്തോത്രം ചെയ്യുമെന്നാണ് പറയുന്നത്. സ്തോത്രം ചെയ്യുക എന്ന പദം ഈ സങ്കീർത്തനത്തിൽ 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. 1-ാമത്തെ വാക്യം, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യും. 2-ാമത്തെ വാക്യം, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. 4-ാം വാക്യം, നിന്റെ വായിൽ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ യാതൊരു പിശുക്കുമില്ലാത്ത, പരിമിതികളില്ലാത്ത ഒരു പൂർണ്ണ ഹൃദയമുള്ള ഭക്തനായിട്ടാണ് നാം ഇവിടെ ദാവീദിനെ ദർശിക്കുന്നത്. എന്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നു? നമ്മുടെ ദൈവം അത്യുന്നതനാണ് എന്ന ഒരു അറിവ് നമുക്കുള്ളത് കൊണ്ടാണ്. ഈ സങ്കീർത്തനത്തിൽ ഉന്നതരായ പലരെയും ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവത്തിന്റെ മഹോന്നതത്വം വെളിപ്പെടുത്തുകയാണ്. 1-ാമത്തെ വാക്യത്തിൽ ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കുമെന്ന് വായിക്കുന്നു. ഇവിടെ പറയുന്ന ദേവന്മാർ എന്നുള്ളത് ദൂതന്മാരോ പ്രഭുക്കന്മാരോ മന്ത്രിമാരോ ഒക്കെ ആയിരിക്കാം. ഗോഡ്സ്, ലോർഡ്സ്, പ്രിൻസസ് തുടങ്ങിയ പദങ്ങൾ അതിന് ചേരുന്നതാണ്. 95-ാം സങ്കീർത്തനം 3-ാം വാക്യം, യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. 96-ാം സങ്കീർത്തനം 4-ാം വാക്യം, യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു, അവൻ സകല ദേവന്മാരെക്കാൾ ഭയപ്പെടുവാൻ യോഗ്യൻ. അപ്പോൾ ദേവന്മാരെക്കാൾ ദൈവം വലിയവനാണ്. അവിടെ പറയുന്ന മറ്റൊരു ചിന്ത, രാജാക്കന്മാരെക്കാൾ നമ്മുടെ ദൈവം വലിയവനാണെന്നാണ്. 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ രാജാക്കന്മാരെക്കാളും രാജാക്കന്മാരുടെ കൽപ്പനകളെക്കാളും നമ്മുടെ ദൈവം വലിയവനും അവിടുത്തെ കൽപ്പനകൾ അത്യുന്നതവുമാണ്.
രാജാക്കന്മാർ പോലും യഹോവയുടെ വചനം കേട്ടിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും യഹോവയുടെ വഴികളെ കുറിച്ച് പാടുകയും ചെയ്യും. കാരണം യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. ദൈവം ഉന്നതനാണ് എന്ന് പറയുമ്പോൾ രാജാക്കന്മാരെക്കാൾ ഉന്നതനാണ്. രാജഭരണത്തിലിരുന്ന രണ്ട് വ്യക്തികളെ ഇവിടെ ഞാൻ ഉദാഹരിക്കാം. ഒന്ന് നെബൂഖദ്നേസർ രാജാവാണ്. അദ്ദേഹത്തെ ഒരു മഹാവൃക്ഷത്തോടാണ് ദാനിയേൽ പ്രവചനത്തിൽ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. രാജാവെ, വർദ്ധിച്ച് ബലവാനായിരിക്കുന്ന ആ വൃക്ഷം തിരുമേനി തന്നെ. തിരുമനസ്സിലെ മഹത്വം വർദ്ധിച്ച് ആകാശം വരെയും ആധിപത്യം ഭൂമിയുടെ അറുതി വരെയും എത്തിയിരിക്കുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? നിഗളിച്ച ആ രാജാവിനെ ദൈവം പിന്നീട് കാട്ടിൽ വിട്ട് കാളയെപ്പോലെ പുല്ല് തീറ്റിച്ചു. ഉന്നതന്മാർക്ക് മീതെ അത്യുന്നതനായവൻ വാഴുകയാണ്. നെബൂഖദ്നേസർ രാജാവ് തന്നെ ആ ശിക്ഷാകാലാവധിക്ക് ശേഷം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സാക്ഷീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ദാനിയേൽ പ്രവചനം 4:22-37 തിരുവചനങ്ങൾ. ഉസിയ രാജാവിൻ്റെ ചരിത്രവും നമുക്കറിയാം. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തോട് തുലനം ചെയ്തപ്പോൾ ഉസിയ രാജാവ് ഒന്നുമല്ലാതിരുന്നു. കേവലം ബാലനായിരുന്ന വേളയിൽ അവൻ ദൈവത്തെ അറിയുകയും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തു. ദൈവനെ അനുഗ്രഹിച്ചു. പക്ഷെ ബലവാനായി തീർന്നപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായി നിഗളിച്ചു. ദൈവിക ശിക്ഷ ആ ഉസിയ രാജാവിനുണ്ടായി. കുഷ്ഠരോഗിയായി ജീവപര്യന്തം തുണി കൊണ്ട് മറച്ച ഒരു പ്രത്യേക ശാലയിൽ ജീവിച്ച് കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശവമടക്കി കിട്ടിയവനാണ് ഉസിയ രാജാവ്. ചലം നിറഞ്ഞ ആ അശുദ്ധി നിറഞ്ഞ ആ കസേരയേക്കാൾ എത്രയോ ഉന്നതമാണ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ ദർശനം. അതെ, ഉന്നതന്മാർക്കും ഇത് മഹോന്നതനായി വാഴുന്ന ആ ദൈവത്തിന് നാം സ്തോത്രം ചെയ്യേണ്ടതാണ്. 6-ാം വാക്യത്തിൽ ഒരു ആത്മിക ചിന്ത കൂടെയുണ്ട്. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവരെ അവൻ കടാക്ഷിക്കും. ആ ദൈവത്തിന്റെ കരത്തെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ എടുത്തു പറയുന്നു. കരം എന്ന പദം 3 അർത്ഥത്തിൽ ഇതിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 4-ാം വാക്യം, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. 7-ാം വാക്യം, നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. 8-ാം വാക്യം, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. അപ്പോൾ ക്രോധമുള്ള കരമാണത്, രക്ഷിക്കുന്ന കരമാണത്, പ്രവർത്തിക്കുന്ന കരമാണ്. ഭക്തന്മാരെ സംരക്ഷിക്കുകയും അവരുടെ ശത്രുക്കളെ നീക്കിക്കളയുകയും ചെയ്യുന്ന ഉയർന്നിരിക്കുന്ന വലങ്കരമാണ് മഹോന്നതനായ ദൈവത്തിൻ്റെത്. ഈ സങ്കീർത്തനത്തിലെ 2-ാമത്തെ പ്രസക്തമായ ചിന്ത ഭക്തന്റെ പ്രാർത്ഥനാ രീതികൾ എന്നുള്ളതാണ്. ആരാധനാ സംബന്ധമായി ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങൾ നോക്കണം. നേരത്തെ നമ്മൾ കണ്ടതുപോലെ സ്തോത്രം ചെയ്യുമെന്ന പദം 1, 2, 4 വാക്യങ്ങളിൽ കാണുന്നു. 1-ാമത്തെ വാക്യത്തിൽ ഞാൻ നിന്നെ കീർത്തിക്കുമെന്ന് വായിക്കുന്നു. 2-ാം വാക്യത്തിൽ ഞാൻ നിന്നെ നമസ്കരിക്കുമെന്ന് പറയുന്നു. സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ആരാധനയും സ്വീകരിപ്പാൻ നമ്മുടെ ദൈവം യോഗ്യനാണ്. അതുകൊണ്ട് ആ നിലകളിലെല്ലാം തന്നെ നമുക്കവനെ ആരാധിക്കാൻ കഴിയുന്നതാണ്. ദൈവത്തിൻ്റെ സ്വഭാവങ്ങളെ ഓർത്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിൻ്റെ പല സ്വഭാവങ്ങൾ ഇതിൽ കാണുന്നു. 2-8 വാക്യങ്ങൾ, ഞാൻ നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിനക്ക് സ്തോത്രം ചെയ്യും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കവനെ സ്തുതിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കവനെ സ്തുതിക്കാൻ കഴിയും. 2-ാം വാക്യം, നീ നിന്റെ വാഗ്ദാനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു. വാഗ്ദത്തം ചെയ്യുക മാത്രമല്ല, അത് ജീവിതത്തിൽ നിവർത്തിച്ചു തരികയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ദൈവത്തിന്റെ കടാക്ഷം മറ്റൊരു കാര്യമാണ്. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ അവൻ കടാക്ഷിക്കുന്ന ദൈവമാണ്. 4-5 വാക്യങ്ങളിൽ ദൈവത്തിന് പാട്ടുപാടുക എന്ന് പറയുന്നുണ്ട്. ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. മറ്റൊന്ന്, നമ്മുടെ ദൈവം നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവമാണ് എന്നുള്ളതാണ്. 8-ാമത്തെ വാക്യം, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. എന്തുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നു? ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠതകളെ ഓർത്ത് അതിനെ ധ്യാനിച്ചുകൊണ്ട് അതിനെ അനുഭവിച്ചുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. 138-ാം സങ്കീർത്തനമാണ് നമ്മുടെ ചിന്താവിഷയം. അതിലെ 3-ാമത്തെ പ്രസക്തമായ ചിന്ത,
ഭക്തന് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നു. വാക്യം 3, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അടുത്താരെയും കാണുന്നില്ല, പക്ഷേ ആരോടൊന്നില്ലാതെ നാം പുലമ്പുകയല്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ നമ്മുടെ ദൈവം നമ്മുടെ സമീപത്തുണ്ട്. ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടും ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടുമാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. കർത്താവിന് മഹത്വം. അനുഭവമില്ലാത്തവർക്ക് ഇത് അരോചകത്വമായി തോന്നിയേക്കാം, പക്ഷെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ഉറപ്പുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഹന്ന ഒരിക്കൽ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവളുടെ മനസ്സിൻ്റെ വ്യസനം നിമിത്തം സ്വരം പോലും പുറത്തേക്ക് വരുന്നില്ല, അധരം മാത്രമേ ചലിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഏലി പുരോഹിതൻ ആദ്യം അവളെ തെറ്റിദ്ധരിച്ചു, പക്ഷേ ഞാൻ എൻ്റെ ഹൃദയം അവൻ്റെ മുമ്പാകെ പകരുകയാകുന്നു എന്ന് അവൾ പ്രതിവചിച്ചു കഴിഞ്ഞപ്പോൾ ഏലി പുരോഹിതൻ ഇങ്ങനെയാണ് പറയുന്നത്: സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. അതിനവൾ പറയുന്ന പ്രതികരണം കൂടി ശ്രദ്ധിക്കണം: ആടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ മറുപടിയായിരുന്നു ശമൂവേൽ ബാലൻ. ആ ബാലനെയും കൊണ്ട് അവൾ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ പറയുന്നത് കൂടി ശ്രദ്ധിക്കൂ: ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. കർത്താവിന് മഹത്വം. അപ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കാര്യം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു സമയം കൊല്ലലല്ല, അതൊരു ബുദ്ധിശൂന്യമായ കാര്യമല്ല. ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നും അതിന് ദൈവം മറുപടി തരുന്നു എന്നും അനേകായിരക്കണക്കിന് അല്ല കോടിക്കണക്കിന് ജനം, ഇപ്പറയുന്ന ഞാൻ ഉൾപ്പെടെ എത്രയോ പേരുടെ അനുഭവമാണ്. ദൈവം ജീവിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു. ദൈവം ചെയ്ത മറ്റൊരു കാര്യം, അവൻ നമുക്ക് ആന്തരികമായ ബലം നൽകുന്നു എന്നുള്ളതാണ്. 3-ാമത്തെ വാക്യം, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. പുറമെ ശാരീരികമായ ക്ഷീണം വന്നാൽ അത് മരുന്നുകൊണ്ടോ ആഹാരം കൊണ്ടോ ഒക്കെ പരിഹരിക്കാം. പക്ഷേ ആന്തരികമായി മനസ്സിടിഞ്ഞു പോയാൽ, മനുഷ്യൻ നിരാശയിൽ നിബന്ധിച്ചാൽ അവനെ പിടിച്ചുയർത്താൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ കരസ്പർശനത്തിൻ്റെ ആവശ്യകതയുണ്ട്. ആ ദൈവം നമുക്കുള്ളിൽ ബലം നൽകേണ്ടതുണ്ട്. ഭക്തൻ പറയാണ്: ദൈവമേ, നീ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഏലിയാവെന്ന ആ ഭക്തൻ ഈസബേൽ എന്ന ആ രാജ്യത്തെ രാജ്ഞിയുടെ വധഭീഷണി കേട്ടിട്ട് മനസ്സുമടുത്തവനായി മരുഭൂമിയിലെത്തി. അവിടെ ഒരു ചുരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് മരിക്കാൻ കൊതിച്ചു. മതി യഹോവേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്നവൻ ദൈവത്തോട് നിലവിളിക്കുകയുണ്ടായി. പക്ഷെ ദൈവം അവൻ്റെ പ്രാണനെ എടുത്തില്ല. ഉറങ്ങിപ്പോയി അവനെ ഉണർത്താൻ, അവന് ചൂടടയും തുരുത്തിയിലെ ജലവും കൊടുക്കാൻ ഒരു ദൂതനെ ആ മുൾച്ചെടിയുടെ അകത്തേക്ക് ദൈവം പറഞ്ഞയച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് അവൻ 40 രാവും പകലും നടന്ന് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളമെത്തി. അതുവരെ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്കും സ്ഥലത്തിലേക്കും ദൈവം അവനെ നയിച്ചു. ഇസ്രായേൽ എന്ന ഒരു ചെറിയ ഭൂപ്രകൃതിക്കകത്ത് മാത്രം അവൻ്റെ ശുശ്രൂഷ ഒതുങ്ങി നിൽക്കാതെ തൊട്ടടുത്ത രാജ്യമായ അരാമിന് വേണ്ടി ഹാസായേലിനെയും അവൻ രാജാവായി അഭിഷേകം ചെയ്യുന്നു. യേഹുവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യുന്നു. തൻ്റെ പിന്തുടർച്ചക്കാരനായി ഏലിശയെ അവൻ പ്രവാചകനായി അഭിഷേകം ചെയ്യുന്നു. മനസ്സ് മടുത്തവനെ ദൈവം പ്രചോദിപ്പിച്ച് മുന്നോട്ട് നയിച്ചു എന്ന് മാത്രമല്ല, ദൈവം അവൻ്റെ ഉള്ളിൽ ധൈര്യം നൽകി അവനെ ബലപ്പെടുത്തുന്ന ദൈവമായിരുന്നു. 7-ാമത്തെ വാക്യം കൂടി നോക്കൂ: കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. കഷ്ടതയുടെ അരികത്തുകൂടെ അല്ല ദൈവം നമ്മെ നടത്തുന്നത്, കഷ്ടതയുടെ വെളിയിൽ കൂടെ അല്ല ദൈവം നമ്മെ നടത്തുന്നത്. വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ, നമ്മെ ആത്മാവിൽ വീര്യമുള്ളവരാക്കി തീർക്കാൻ ആ കഷ്ടതയുടെ പെരിഞ്ചൂളയ്ക്കകത്തുകൂടെ ദൈവം നമ്മെ നടത്തും. എബ്രായ ബാലന്മാരുടെ ചരിത്രം നമുക്കറിയാം. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ആ 3 എബ്രായ ബാലന്മാരെ 7 മടങ്ങ് ചൂടുകൂട്ടിയ ചൂളയുടെ നടുക്കേക്ക് എടുത്തിടുകയാണ് ഉണ്ടായത്. പക്ഷേ 4-മനായ ഒരുവൻ
ആ തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വരികയും അവരെ കെട്ടിയ കയറുകളെ കരിച്ചു കളഞ്ഞുകൊണ്ട് അവരുടെ വസ്ത്രത്തിനോ തലമുടിക്കോ ദേഹത്തിനോ തീയുടെ മണം പോലും തട്ടാതെ പരിപാലിക്കുകയും ആ ദൈവം അവരോടുകൂടെ ആ തീച്ചൂളയിലൂടെ നടക്കുകയും ചെയ്യുന്ന വിസ്മയകരമായ കാഴ്ചകൾ ശത്രുക്കൾ കാണുകയുണ്ടായി. ദാനിയേലിനെ വിശന്നു കിടക്കുന്ന സിംഹങ്ങളുടെ നടുവിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ സിംഹങ്ങൾ തനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതനെ അയച്ചവയുടെ വായ അടച്ചു കളഞ്ഞു. ദാനിയേലിനെതിരെ കെണിയൊരുക്കിയ ശത്രുക്കളെ അടുത്ത ദിവസം അതേ സിംഹങ്ങളുടെ നടുവിലേക്ക് ഇട്ടപ്പോൾ താഴെ ചെല്ലുന്നതിന് മുമ്പ് സിംഹങ്ങൾ അവരെ കീറിക്കളഞ്ഞു. വിശന്ന് ആക്രാന്തം പിടിച്ചു കിടക്കുന്ന ആ സിംഹങ്ങളുടെ നടുവിൽ ഒരു രാത്രി മുഴുവൻ ദാനിയേൽ കിടന്നിട്ടും അവനെ സിംഹങ്ങൾ തൊട്ടില്ല. അവർ വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി. അവർ വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. കർത്താവിന് മഹത്വം. ജീവിപ്പിക്കും എന്ന ആ പദം അല്പം വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജീവിപ്പിക്കപ്പെടുക എന്ന പദത്തിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം റിവൈവ് എന്നാണ്. ആ വാക്യം ഇംഗ്ലീഷിൽ വായിക്കുന്നത് ദോ ഐ വാക്ക് ഇൻ ദ മിസ്റ്റ് ഓഫ് ട്രബിൾ യു വിൽ റിവൈവ് മീ എന്നാണ്. അങ്ങനെ റിവൈവ്ഡായ ജീവിപ്പിക്കപ്പെട്ട പലരെയും നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. യാക്കോബിന്റെ വാർദ്ധക്യത്തിലെ പുത്രനായിരുന്നു യോസഫ്. യോസഫിനെ താൻ വളരെ സ്നേഹിച്ചതുകൊണ്ട് അവന് നല്ലൊരു അങ്കി പോലും അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. ആ യോസഫിനെ സഹോദരന്മാർ ദ്വേഷിക്കുണ്ടായി. അപ്പൻ അവനോട് കൂടുതൽ സ്നേഹം തോന്നിയത് കൊണ്ട് മാത്രമല്ല, അവൻ കണ്ട 2 ദർശനങ്ങൾ, വയലിൽ അവൻ്റെ കറ്റ നിവർന്നു നിൽക്കുന്നത്, സൂര്യചന്ദ്രന്മാരും 11 നക്ഷത്രങ്ങളും അവനാകുന്ന നക്ഷത്രത്തെ വീണ് നമസ്കരിക്കുന്ന ദർശനം, അവൻ രാജാവായി മാറും എന്ന ആ ആത്മീക ചിന്ത സഹോദരന്മാരെ അസൂയാലുക്കളാക്കി. സഹോദരന്മാർക്ക് ആഹാരം കൊണ്ടു കൊടുക്കാനും ക്ഷേമം അന്വേഷിക്കാനും ചെന്ന യോസഫിനെ അവർ പിടിച്ച് അടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. അപ്പൻ കൊടുത്ത അങ്കി അവർ ഊരിയെടുത്തു. ഒരാടിനെ കൊന്ന് അതിൻ്റെ ചോരയിൽ ആ അങ്കി മുക്കി കീറിപ്പറിഞ്ഞ മാതിരി ചോരക്കറ പുരണ്ട ആ അങ്കി അപ്പൻ്റെ അടുക്കിലേക്ക് കൊടുത്തയച്ചു. അപ്പ ഇത് നിന്റെ മകന്റെ അങ്കി തന്നെയല്ലേ? ഒരു ദുഷ്ടമൃഗം അവനെ കീറിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നു. ആ അങ്കി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നെടുവീർപ്പിട്ടുകൊണ്ട് ആ പിതാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദുഃഖത്തോടെ പാതാളത്തിലിറങ്ങും. ഇനി ഒരിക്കലും ആ മകനെ കാണുമെന്ന ആശയ പിതാവിന് ഇല്ലാതെ പോയി. എന്നാൽ നിരാശയോടെ യാക്കോബ് കഴിയുമ്പോൾ ഒരു ദിവസം തൻ്റെ കുടിലിന് മുമ്പിൽ രാജകീയമായ കുതിരകളും സേവകരും വന്നു നിൽക്കുന്നു. നിന്റെ മകൻ യോസഫ് ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഈജിപ്തിലെ പ്രധാനമന്ത്രിയാണെന്നും അവനോട് അറിയിക്കപ്പെട്ടു. തിരുവെഴുത്തിലെ വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു. The spirit of Jacob revived when he saw the chariots which was sent by the Joseph. His spirit was revived. യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവന് ചൈതന്യം വന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 37:33 മുതൽ 35 വരെ, 45:27 വചനം. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ശിംശോന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ ഉദാഹരിക്കാം. കേവലം ഒരു എല്ലുകൊണ്ട് 100 കണക്കിന് ശത്രുക്കളെ സംഹരിച്ച ശിംശോൻ പിന്നത്തേതിൽ ദാഹാർത്ഥനായി, കുടിപ്പാൻ വെള്ളമില്ല, ക്ഷീണിതനായി. ദൈവമേ, ഞാൻ ക്ഷീണിതനായി, ഈ അഗ്രചർമ്മികളുടെ കൈയാൽ ഞാൻ മരിക്കണമോ എന്ന് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം ലേഹിയിൽ അവനായി ഒരു കുഴി പിളരുമാറാക്കി അവൻ അതിൽ നിന്ന് കുടിച്ച് ചൈതന്യം പ്രാപിച്ചു. ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത് ഹിസ് സ്പിരിറ്റ് റിട്ടേൺഡ് ആൻഡ് ഹി റിവൈവ്ഡ് എന്നാണ്. ന്യായാധിപന്മാർ 15:19. യഹോവയെ ത്യജിച്ച് മിസ്രയീം രാജാക്കന്മാരെ ആശ്രയിച്ചെങ്കിലും എഫ്രൈമിന് സ്വസ്ഥത കിട്ടിയില്ല. തകർച്ചകളാൽ കഷ്ടപ്പെട്ട യഹൂദൻ ഒടുവിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു കയറി ചെല്ലാൻ ചരിത്രത്തിൽ തയ്യാറായി. ഹോശേയ-പ്രവചനം 6:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വരുവീൻ, യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, നാം എഴുന്നേൽക്കും. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ആഫ്റ്റർ 2 days he will revive us എന്നാണ്. ഹോശേയ-പ്രവചനത്തിലെ സമാപന വാക്യം കൂടെ ഞാൻ ഉദ്ധരിക്കട്ടെ. ദൈവത്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ
വീണ്ടും തളിർക്കും. They shall be revived like a grain. ഒരു ധാന്യം പോലെ അവൻ വീണ്ടും ജീവിക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാൻ, യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഓ ലോർഡ്, റിവൈവ് യുവർ വർക്ക്സ് ഇൻ ദ മിസ്റ്റ് ഓഫ് ഇയേഴ്സ്. ഹബക്കുക്കിന്റെ പ്രവചനം 3:2 നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? Will you not revive us again? 85 സങ്കീർത്തനം 6 71 സങ്കീർത്തനം 20 സങ്കീർത്തനങ്ങൾ 71:20 138:7 അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. You who have shown me great and severe troubles shall revive me again. 138 സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രചോദകരമായ ചിന്ത ദൈവം നമുക്ക് വേണ്ടി സമാപ്തി വരുത്തും എന്നുള്ളതാണ്. ഈ സമാപ്തി എന്ന മലയാള പദം പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ഇംഗ്ലീഷിൽ വായിച്ച് കേൾപ്പിക്കാം. The Lord will perfect that which concerns me. എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലുകളെ, ആ കൺസേണുകളെ ദൈവം അതിൻ്റെ പരിപൂർണതയിലേക്ക്, പെർഫെക്റ്റിലേക്ക് എത്തിക്കും എന്നാണ്. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ് നമ്മുടെ ദൈവം. ചില വചനങ്ങൾ ശ്രദ്ധിക്കുക. 1 തെസ്സലോനിക്കർ 5:24 അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. നോക്കുക, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം. 2 തിമോഥെയോസ് 1:12 അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ആ ദിവസം വരെ, ഏത് ദിവസം വരെ? ജീവിതത്തിൻ്റെ അവസാന ദിവസം വരെ, അവസാന ശ്വാസം വരെ എന്നെ സൂക്ഷിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഫിലിപ്പിയ ലേഖനം 1:4 നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. സംഖ്യ 23:19 താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ദൈവം സമാപ്തി വരുത്തുന്നവനാണ്. 2 ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അബ്രഹാമിന് സന്തതിയില്ലാത്ത കാലം ദൈവം പറഞ്ഞു, അടുത്ത ആണ്ട് ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളു. ദൈവം നിശ്ചയിച്ചിരുന്ന അവധിക്ക് സാറ ഗർഭിണിയാകുകയും ദൈവം അവർക്ക് ഒരു കുഞ്ഞിനെ നൽകുകയും ചെയ്തു. 75-ാമത്തെ വയസ്സിൽ ദൈവം നൽകിയ വാഗ്ദത്തം 24 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ദൈവം അതിനെ പൂർത്തീകരിക്കും. എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ചിന്തകളെ ദൈവം പൂർണ്ണതയിലേക്ക് കൊണ്ടുവരും. മുമ്പ് നാം കണ്ട യോസഫിന്റെ സംഭവം തന്നെ ഞാൻ ഉദാഹരിക്കട്ടെ. താൻ രാജാവാകുമെന്നുള്ള ദർശനം യോസഫിന് ലഭിക്കുന്നത് അവൻ്റെ 17-ാമത്തെ വയസ്സിലാണ്. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. 20 വർഷം കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ സംഭവിക്കുന്നു. ഇതര കറ്റകൾ ആകുന്ന അവൻ്റെ സഹോദരന്മാർ അവനെ വീണ് നമസ്കരിക്കുന്നു. ഒരിക്കലല്ല, 2 പ്രാവശ്യമല്ല. അങ്ങനെയെങ്കിൽ യാദൃശ്ചികമായി സംഭവിച്ചു പോയതാണെന്ന് പറയാമായിരുന്നു. തിരുവെഴുത്തിലെ വചനങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ. 4 പ്രാവശ്യമാണ് അവൻ്റെ സഹോദരന്മാർ അവൻ്റെ മുമ്പാകെ വന്ന് അവനാകുന്ന കറ്റയെ വീണ് നമസ്കരിക്കുന്നത്. വചനഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 42:6 യോസഫിൻ്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഉൽപ്പത്തി 43:26 അവർ കൈവശമുള്ള കാഴ്ച അകത്ത് കൊണ്ടു ചെന്ന് അവൻ്റെ മുമ്പാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഉൽപ്പത്തി 44:14 അവൻ്റെ സഹോദരന്മാർ യോസഫിൻ്റെ വീട്ടിൽ ചെന്നു, അവർ അവൻ്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു. ഉൽപ്പത്തി 50:18 അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു. നോക്കുക, അതെ, ദൈവം നൽകിയ ദർശനം അബ്രഹാമിൻ്റെ ജീവിതത്തിലും യോസഫിൻ്റെ ജീവിതത്തിലും അതിൻ്റെ പരിസമാപ്തിയിലേക്ക് ദൈവം എത്തിച്ചതായി നാം കാണുകയാണ്. 138-ാം സങ്കീർത്തനമാണല്ലോ ഇന്ന് നാം ചിന്തിച്ചത്. മാനസികമായി മടുത്തു പോകുന്ന മനുഷ്യർക്ക് പ്രചോദനവും പ്രത്യാശയും പകരുന്ന ധാരാളം ആത്മീക ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരനുഗ്രഹീതമായ സങ്കീർത്തനമാണ്. പ്രധാനപ്പെട്ട 3 ചിന്തകളാണ് ഇന്ന് നാം ചിന്തിച്ചത്. 1, ഭക്തന്റെ ആരാധനാ വിഷയങ്ങൾ എന്നുള്ളതായിരുന്നു. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും. സ്തോത്രം ചെയ്യും എന്ന പദം 3 പ്രാവശ്യം
ഇതിൽ ആവർത്തിക്കുന്നുണ്ട്. ദൈവം ഉന്നതനാണ്. ദേവന്മാരെക്കാൾ ദൈവം ഉന്നതനാണ്. രാജാക്കന്മാരെക്കാൾ ദൈവം ഉന്നതനാണ്. ഉസിയ രാജാവിന്റെയും നെബൂഖദ്നേസറിന്റെയും ഉദാഹരണങ്ങൾ നാം കാണുകയുണ്ടായി. ഉന്നതന്മാർക്കും ഇതേ അത്യുന്നതനായ ദൈവം വാഴുന്നു. അവനെ സ്തുതിക്കുന്നതിൽ നാം ഒട്ടും വിമുഖരാകേണ്ടതില്ല. ദൈവത്തിന്റെ കൈ എന്ന പദം 3 പ്രാവശ്യം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രോധമുള്ള കരമാണ്, രക്ഷിക്കുന്ന കരമാണ്, പ്രവർത്തിക്കുന്ന കരമാണ്. നാം ആരാധിക്കുന്ന ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. 2, ഭക്തന്റെ പ്രാർത്ഥനാ രീതികൾ എന്നുള്ളതാണ്. സ്തോത്രം ചെയ്ത്, കീർത്തിച്ച്, പാട്ടുപാടി, വാഴ്ത്തി ഒക്കെ താൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ വാഗ്ദാനം, എളിയവരോടുള്ള ദൈവത്തിന്റെ കടാക്ഷം, പാട്ടുപാടിയുള്ള ആരാധന, ഉപേക്ഷിക്കരുതേ എന്ന പ്രാർത്ഥന, അങ്ങനെ പല രീതികളിൽ താൻ ഇതിൽ പ്രാർത്ഥിക്കുന്നു. 3, ഭക്തന് വേണ്ടി ദൈവം ചെയ്യുന്ന വൻകാര്യങ്ങൾ എന്നുള്ളതാണ്. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നു. ഹന്നയുടെ ജീവിതത്തിലെ ഉദാഹരണം നാം കാണുകയുണ്ടായി. അകത്ത് ദൈവം നമുക്ക് ആന്തരികമായ ബലവും ധൈര്യവും നൽകി തരും. നിരാശയാൽ നിറയപ്പെട്ട് മരിച്ചേക്കാമെന്ന് കൊതിച്ച ഏലിയാവിനെ ദൈവം തട്ടി ഉണർത്തി ദൂരയാത്ര ചെയ്യിച്ച ചരിത്രം നാം കാണുകയുണ്ടായി. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ശദ്രക്, മേശക്, അബേദ്നെഗോ അവരെ തീച്ചൂളയിലിട്ടു, ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. പക്ഷേ ദൈവം അതിന്റെ നടുവിൽ നിന്ന് അവരെ ജീവനുള്ളവരായി പുറത്തു കൊണ്ടുവരികയുണ്ടായി. ജീവിപ്പിക്കും എന്ന പദത്തിന് റിവൈവ് എന്നാണ് അർത്ഥം. നിരാശയാൽ നിറയപ്പെട്ടവനായി യാക്കോബ് 20 വർഷത്തോളം ജീവിച്ചെങ്കിലും യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവന് ചൈതന്യം വന്നു എന്ന് നാം കാണുകയുണ്ടായി. ശിംശോൻ ഒരു വലിയ ശുശ്രൂഷ ചെയ്തവനാണെങ്കിലും ദാഹാർത്തനായി മരിക്കേണ്ടിയിരുന്ന രംഗത്ത് ദൈവം കൃപ തോന്നി അവന് വേണ്ടി ഒരു കുഴി പളരുമാറാക്കി അവൻ അതിൽ കുടിച്ച് ചൈതന്യം പ്രാപിക്കുകയുണ്ടായി. ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ട് മിസ്രൈമിലെ രാജാക്കന്മാരെ അഭയം തേടിയെങ്കിലും അതവർക്ക് കനത്ത പരാജയങ്ങളായി തീർന്നു. അതുകൊണ്ട് അവർ മനം തിരിഞ്ഞ് ഇങ്ങനെയാണ് പറയുന്നത്: വരുവേൻ, നമുക്ക് വീണ്ടും യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലാം, അവൻ നമ്മെ ജീവിപ്പിക്കും. ദൈവം നമുക്ക് വേണ്ടി സമാപ്തി വരുത്തുന്നവനാണ്. ആരംഭിക്കുക മാത്രമല്ല, ദൈവം അതിനെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. പുതിയ നിയമത്തിലെ 3 വാക്യത്തെളിവുകൾ നാം കാണുകയുണ്ടായി. 2 തിമോഥെയോസ് 1:12, ഫിലിപ്പിയർ 1:4, 1 തെസ്സലോനിക്കർ 5:24. വേദപുസ്തകത്തിലെ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉദാഹരിക്കാം. യേശു ഒരിക്കൽ ശിഷ്യന്മാരോടായി പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം. അക്കരയ്ക്ക് പോകാ എന്ന് പറഞ്ഞ് അവർ കടലിലേക്ക് ഇറങ്ങി കുറെ ദൂരം ചെന്നപ്പോൾ വലിയ കടൽക്ഷോഭമുണ്ടായി. പടക് തിരകളാൽ മുങ്ങുമാറായി. കാറ്റ് ശക്തമായി അടിച്ചുകൊണ്ടിരുന്നു. അവർ തണ്ടു വലിച്ചു കുഴഞ്ഞു. പക്ഷേ അരുമനാഥനായ കർത്താവ് എഴുന്നേറ്റ് ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി അവരെ അക്കരെ എത്തിച്ചു. ജീവിതത്തിൽ പല തുടക്കങ്ങളും തുടങ്ങിയിട്ട് ഇടയ്ക്ക് നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെ നിരാശയിൽ നിറഞ്ഞ ഒരു അനുഭവമായിരിക്കാം ഒരുപക്ഷെ താങ്കൾക്ക് ഇപ്പോൾ ഉള്ളത്. സഹോദര, കർത്താവിനെ ഒന്ന് വിളിക്കാമോ? കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ ഉണർത്തിച്ചാൽ 1000 വിമറിയുന്ന കടലിനെയും കാറ്റിനെയും കർത്താവ് ശാസിക്കും. ശാന്തതയോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് അവൻ നിങ്ങളെ എത്തിക്കും. യോബിന്റെ പുസ്തകത്തിലെ വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടെ വായിച്ചു കേൾപ്പിക്കട്ടെ. യോബിന്റെ പുസ്തകം 23:14. എനിക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു, ഇങ്ങനെയുള്ള പലതും അവന്റെ പക്കൽ ഉണ്ട്. ഒരിക്കൽ കൂടി വായിക്കട്ടെ. എനിക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു, ഇങ്ങനെയുള്ള പലതും അവന്റെ പക്കൽ ഉണ്ട്. അതെ, നിങ്ങൾ അക്കരെ എത്തും. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും